ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഡ്രാമ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിഷ രാജീവ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ദ സ്ലീപ്ലെസ് പ്രിൻസസിൻ്റെ 16-ാമത്തെ എപ്പിസോഡ് വരെയായിരുന്നു. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 17-ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വില്ലനെ കാണിച്ചുകൊണ്ടാണ്. അതായത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസിൽ അവിടെയാണെന്നുണ്ടെങ്കിൽ അയാൾ മുഖംമൂടിയൊക്കെ മറിച്ചിട്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഒരാൾ വരുന്നു. അപ്പോൾ നമ്മുടെ ആ വില്ലനാണെന്നുണ്ടെങ്കിൽ അത് പുസ്തകം വായിച്ചിട്ട് ഒരു ലവ് സ്റ്റോറിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴാണ് ഉണരുന്നത്? ഞാൻ നിന്നെ ഈ പർവ്വതങ്ങളും ഈ മനോഹരമായിട്ടുള്ള ഭൂമി കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വില്ലനാണെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ രാജാവിനെ വധിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജകുമാരിയുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പടൻ പറയുകയാണ്, ഇന്നാണല്ലോ ഒരിക്കൽ കൂടി ബ്ലൂ മൂൺ, അതുകൊണ്ട് ഇന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് ആ ഫടൻ സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നത്തെ സീനെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടേക്ക് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറോ ഗിഫ്റ്റ് കൊടുത്ത ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കൊണ്ടുപോകാനും വേണ്ടി രാജകുമാരിയെ കൊണ്ടുപോകാനും വേണ്ടി വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻട്രൻസിൻ്റെ അടുത്താകുമ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ അവളെ നോക്കി നിൽക്കുന്നൊരു സീനാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണ് ചിരിച്ചുകൊണ്ട് വരുന്നു. തായു ആണെങ്കിൽ ഇവളെ കളിയാക്കും, നമ്മുടെ ഹീറോ ഇങ്ങനെ നോക്കുന്നത് കണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിൻ പറയും, ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ തായു ആണെങ്കിൽ ഹീറോയിനോട് പറയും, അതേ ഈ ഗൗണൊന്ന് പൊക്കി പിടിക്കൂ, ഇല്ലെങ്കിൽ ഇതിനകത്ത് അഴുക്ക് പറ്റുമെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഹീറോ വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴത്തേനും അവിടെ ഉള്ളവർ നമ്മുടെ ഹീറോയെ കളിയാക്കി സംസാരിക്കുമ്പം നമ്മുടെ ഹീറോയിൻ പറയും, വേണ്ട കുഴപ്പമില്ല, നിങ്ങൾ മാറൂ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നീ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ബേ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ രാജകുമാരിയുടെ ബർത്ത്ഡേ ആണ്, നിങ്ങൾ വിഷ് ചെയ്യുക, അവളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ വിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽവർ സമ്മാനമായിട്ട് കിട്ടുമെന്ന് പറയുമ്പോഴത്തേനും ഓരോരുത്തരും അവളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീറോ ബേയോട് പറയും, ശരി നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നത്തെ സീനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്നാനെയാണ് കാണിക്കുന്നത്. നന്നാനാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ഓരോരുത്തരെയും. അവിടേക്ക് അവരുടെ മാസ്റ്റർ വരുമ്പോൾ നമ്മുടെ നന്നാൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. അപ്പം മാസ്റ്ററിൻ്റെ കൂടെ നമ്മുടെ ലൂജിയാണ് കാണിക്കുന്നത്. അന്നേരം ഇദ്ദേഹം പറയുകയാണ്, ഇന്നൊരു പുതിയ വിദ്യാർത്ഥിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ലൂജി വന്നിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഞാൻ ലൂജിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ നന്നാനാണെങ്കിൽ ആകെ വെളുത്ത് നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ മാസ്റ്റർ പറയുകയാണ്, നീയാണ് ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള കുട്ടി, അതുകൊണ്ട് നീ അവനെ പ്രാക്ടീസ് ചെയ്യിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ നന്നാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് പിന്നെ അതിന് കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവളാണെന്നുണ്ടെങ്കിൽ ഇവനെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നന്നാന് ലൂജി പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിക്കാതെ എനിക്കൊന്ന് ചുവടുകൾ കാണിച്ചു തരാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ നന്നാനാണെന്നുണ്ടെങ്കിൽ വാളൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണിക്കുമ്പം കാല് സ്ലിപ്പായി വീഴാൻ പോകുന്നു. നമ്മുടെ ലൂജി ആണെന്നുണ്ടെങ്കിൽ അവളെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് നമ്മുടെ മാസ്റ്റർ വരികയാണ് ചെയ്യുന്നത്. മാസ്റ്റർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്നാൻ നന്നായി പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അന്നേരം നന്നാൻ ഒഴിഞ്ഞു മാറാനും വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൂജി പറയുകയാണ്, എനിക്ക് വളരെ നല്ലതായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ മാസ്റ്റർ ചിരിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിൻസസ്, നമ്മുടെ രാജകുമാരിയാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ആ വഴിയിലൂടെ വരികയാണ് ചെയ്യുന്നത്. അന്നേരം എല്ലാവരും അവളെ വിഷ് ചെയ്യുന്നുണ്ട്. അന്നേരം പുറത്തെന്തോ ബഹളം കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് നന്നാനും ലൂജിയും കൂടി പുറത്തോട്ട് ലൂജി വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ഒക്കെ കൂടി സന്തോഷമായിട്ട് പോകുന്ന ഒരു സീനാണ്. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു സീനാണ് നന്നാൻ്റെ. അതായത് നമുക്ക് സത്യത്തിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ വിഷമം. അതായത് നന്നാണെങ്കിൽ അവനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലൂജിയോട് പറയുകയാണ്, നമ്മുടെ ഈ ജനറൽ അവൾക്ക് വേണ്ടി ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ വസ്ത്രത്തിന് വേണ്ടിയിട്ട്. അന്നേരം നമ്മുടെ ലൂജി അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ നന്നാൻ പറയും, ഞാനും അവനും ഒരുമിച്ചാണ് വളർന്നു വന്നത്, എല്ലാവരും പറഞ്ഞ് എനിക്ക് അവനോട് ഇഷ്ടമായിരുന്നു, അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഞാൻ യുദ്ധക്കളത്തിൽ മരിക്കുമെന്ന്, പക്ഷേ ഓരോ രാത്രിയിലും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്.
അവന് വേണ്ടിയാണ് ഞാൻ ഈ മാർഷ്യൽ ആർട്സ്, അതായത് ഈ കുംഫു പഠിച്ചത് അവന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ലൂജിക്കാണെങ്കിൽ വളരെ വിഷമം വരികയാണ്. അവളുടെ ഓരോ വാക്കുകൾ അവന് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അന്നേരം പറയുകയാണ്, നിനക്ക് ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ, നീ വെറുതെ പറയുക നിനക്ക് വിഷമമാകുന്നുണ്ട് എന്ന് നീ വെറുതെ പറയുക, നിൻ്റെ മനസ്സിൽ സന്തോഷമായി കാണുമല്ലോ എൻ്റെ വിഷമം കാണുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മുടെ ലൂജി പറയും, അയാൾക്ക് നിന്നെ വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ വേണം എന്ന് പറയുമ്പോഴത്തേനും നന്നാനാണെങ്കിൽ അവനെ അടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പെട്ടെന്ന് അവൾ തിരിഞ്ഞങ്ങ് നിൽക്കും. അന്നേരം നമ്മുടെ ലൂജി പറയും, കുഴപ്പമില്ല, നിൻ്റെ സങ്കടം മാറുന്നത് വരെ എന്നെ അടിച്ചോളാൻ പറയുന്നുണ്ട്. അതിന് നമ്മുടെ നന്നാൻ പറയുകയാണ്, നീയുടെ ശരീരം കണ്ടു എന്ന് പറഞ്ഞ് നിനക്കൊരിക്കലും എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ദേഷിച്ച് പോകുമ്പോൾ ലൂജി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ പറയും, എൻ്റെ പുറകെ വരരുത്, നീ ഇനി വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ച് വരില്ല എന്ന് പറഞ്ഞിട്ട് നന്നാൻ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നീ എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയും, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ ചോദിക്കും, എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയാൻ വരുമ്പോഴത്തേനും നമ്മുടെ ബേ അതിനിടയ്ക്ക് കയറിയിട്ട് പറയും, രാജകുമാരി എന്തെങ്കിലും കോമയിലോട്ട് പോകുമ്പം അന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ പറയുകയാണ്, ഞാൻ നമ്മുടെ കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ ചെയ്തതാണ് എന്ന് പറയുന്നു. ഹീറോയും ബേയും കൂടി ഫ്രണ്ടിലിങ്ങനെ പോവുകയാണ്. അന്നേരം ഇവർ തമ്മിലുള്ള സംസാരമാണ് പിന്നീട് കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ ബേ ആണെങ്കിൽ ഈ ഹീറോയോട് പറയുകയാണ്, നീ കുറച്ചുകൂടി വളരെ റൊമാൻറ്റിക്കായിട്ട്, നീ കുറച്ചുകൂടി വളരെ മനോഹരമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ പറയുകയാണ്, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പറയുക, നീ ഇവിടെ എന്തെങ്കിലും ആരെയെങ്കിലും അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരെയും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് പറയുകയാണ്, നമ്മളിപ്പോൾ ലിങ്ഷി ഗാർഡനിലോട്ടാണ് പോകുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പടയാളികളെയൊക്കെ പിൻവലിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ ആക്രമിക്കാൻ വരുന്ന കൊലയാളികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവരത് കേൾക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി ലിങ്ഷി ഗാർഡനിലെത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, എന്താണ് ഷൂ മാൻഷനിലേക്ക് പോകാൻ എന്താണെന്ന് ചോദിക്കുമ്പം പറയും, നീ ഇങ്ങോട്ട് വരൂ, അകത്തോട്ട് വരൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവളങ്ങ് അകത്തോട്ട് ചെല്ലുമ്പോൾ അടിപൊളിയായിട്ട് ഗാർഡനിൽ നിറയെ പൂക്കളാണ്. അതിന് നമ്മുടെ തായു അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ബേ അവളെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയണം, ഇവിടെ നിൽക്കുന്ന പൂക്കളാണോ ഞാനാണോ ഏറ്റവും സുന്ദരി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ഹീറോ പറയുകയാണ്, നീ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ലിങ്ഷി ഗാർഡനെ പറ്റി പറയുകയാണ്. അന്നേരം നമ്മുടെ ഹീറോ പറയുകയാണ്, അത് അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, എങ്കിൽ സമ്മർ സീസണിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതല്ല ഈ ലിങ്ഷി ഗാർഡൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നിനക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോ, നിനക്കിത് ഗിഫ്റ്റായി ഞാൻ തരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ പറയും, ഗിഫ്റ്റായിട്ടുണ്ടൊന്നും വേണ്ട, ഞാൻ റെൻറ്റിന് എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയും, ഇല്ല, നിനക്ക് ഞാൻ തന്നിരിക്കുന്നതാണ്, നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒന്ന് മുന്നോട്ട് ഓടിയിട്ട് കുറുമ്പിയെ പോലെ ഞാനിത് റെൻറ്റിന് എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ഇങ്ങോട്ട് അടുത്തിട്ട് വന്നിട്ട് ശരി നിൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് കടന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അവൾ തിരിച്ച് വന്നിട്ട് പറയും, എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അന്നേരം ആകെ ഇങ്ങനെ പേടിച്ചിട്ട് ഇവൾ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിന് നമ്മുടെ ഹീറോയിൻ ചോദിക്കും, എന്ത് കള്ളത്തരമാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നീ വളരെ ഫ്രണ്ട്ലി ആണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബേ ആണെങ്കിൽ അങ്ങോട്ട് ഓടി വന്നിട്ട് പറയും, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, എന്ത് സർപ്രൈസ് ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബേ പറയുകയാണ്, അതായത് ഇന്ന് ജനറൽ രാജകുമാരിക്ക് വേണ്ടി ഇവിടെ വലിയൊരു ഫയർ വർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിൻ ആകെ സന്തോഷത്തിൽ പറയും, ആണോ, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവൾ പറയും, ശരി, തായുവിനെ വിളിച്ചിട്ട് പറയും, വാ നമുക്കെന്നാൽ ഒരുങ്ങാം, രാത്രിയിലേക്കുള്ള ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങാം എന്ന് പറഞ്ഞ് നമ്മുടെ തായുവിനെ വിളിച്ചിട്ട് അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ബൈ തിരിഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് പറയുകയാണ്, നിനക്കെന്താണ് ഞാൻ പറഞ്ഞതെന്നല്ലേ, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കണമെന്ന് നിനക്കങ്ങനെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളോട് കള്ളം പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, നമ്മളിവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ പടയാളികളെയൊക്കെ പിൻവലിക്കും, അന്നേരം നീ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണ്, ശരി, ഞാൻ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് വേണ്ടി തിരയുന്ന കൊലയാളികളെയാണ്. അവർ പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ ഹീറോയിനെ കൊണ്ടുവരാനും വേണ്ടി. ആ പടയാളി പറയുകയാണ്, അതായത് ഈ പ്രാവശ്യം നമുക്ക് തെറ്റത്തില്ല, എല്ലാം കറക്റ്റായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വില്ലൻ പറയുകയാണ്, താങ്ക് ബാനിനെ എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ പടയാളി പറയുകയാണ്, ശരി, ഈ പ്രാവശ്യം എനിക്ക് പിഴവൊന്നും പറ്റത്തില്ല, ഞാൻ മരിച്ചാലും ചീവിനെയും കൊണ്ടേ വരൂ എന്ന് പറയുന്നു. പിന്നത്തെ സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോവൽ വായിക്കുകയാണ്. അത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവൾ ഓരോ വട്ടം നോക്കുമ്പോഴും നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇവളെ നോക്കിയാണ് മൂവ് ആകുന്നത്. അതിന് ഇവൾ സന്തോഷം കണ്ടിട്ട് ഒളിച്ചിങ്ങനെ നോക്കും. അന്നേരം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ നോക്കുന്നത് കണ്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. 2-3 വട്ടം ആകുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയെ വിളിക്കും, അകത്തേക്ക് വിളിക്കും. എന്നിട്ട് അന്നേരം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ചോദിക്കുകയാണ്, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെയെല്ലാം നോക്കിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ പറയും, ഇന്ന് ഒരുപാട് വട്ടം എന്നെ നിങ്ങൾ സന്തോഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പറയും, പെട്ടെന്ന് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും വേണ്ടി പറയും, ശരി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാനത് മാറിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ സന്തോഷത്തോടെ അവനിങ്ങനെ പോകുന്ന വഴിയിൽ നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴുണ്ട് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സും ഒക്കെ ആയിട്ട് വരും. അതായത് വരുന്ന വഴിയിൽ ഓരോരുത്തർ വിഷ് ചെയ്ത് എഴുതി വെച്ചേക്കുന്ന കാർഡുകളുണ്ട്. അത് ഓരോന്നും എടുത്ത് വായിക്കുമ്പോൾ വളരെ, അതായത് ഇവർ ഒരുമിച്ച് ഒരുപാട് നേരം ഉണ്ടാവും, നിങ്ങളുണ്ടാകട്ടെ, അങ്ങനെ കുറേ വിഷസ് വെച്ചിരിക്കുന്നത് കാർഡുകളാണ്. അതിന് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആകെ നാണം വന്നിട്ട് നമ്മുടെ ഹീറോ പറയും, ശരി, ഞാൻ അടുത്തത് വായിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാനത് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഇതെല്ലാം ബേയുടെ പരിപാടിയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ കൊട്ടാരത്തിൽ വളരെ റിച്ച് ആയിരുന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഷിൻചാനോടൊപ്പമാണ് ഞാൻ എൻ്റെ ആഘോഷിച്ചിരുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ബർത്ത്ഡേ ഇതൊക്കെ ഈ ഒരുക്കങ്ങൾ കാണുമ്പോൾ എനിക്കെന്തോ പേടിയാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ കൂടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് സത്യം പറയാൻ വരുമ്പോഴത്തേനും നമ്മുടെ തായു കയറി വരുന്നുണ്ട്. അതിന് തായ് വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ശരി, എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്ക് പെൺകുട്ടികളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ തായും നമ്മുടെ ഹീറോയിനും തമ്മിലുള്ള സംസാരമാണ്. അന്നേരം അവൾ പറയുകയാണ്, അവളൊരു ലെറ്റർ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വൈകിട്ടത്തേക്ക് നന്നായി ഒരുങ്ങും, അവനൊരു ബിഗ് സർപ്രൈസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്നാനെയാണ്. നന്നാനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പോലെയുള്ള അതേ ഡ്രസ്സ് തന്നെ അവൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. അന്നേരം അവളുടെ തോഴി പറയുകയാണ്, നമ്മൾ ഒരുപാട് വട്ടം ഇതെല്ലാം ചെയ്തതാണല്ലോ, ഇനി ഇങ്ങനെ ചെയ്യണോ, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നന്നാൻ പറയുകയാണ്, അതായത് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. അന്നേരം അയാൾ ഇത് ഡ്രസ്സൊക്കെ കണ്ടിട്ട് എന്നോട് വളരെ സന്തോഷത്തിൽ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ കയ്യിലിരുന്ന പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ്, അതെ, എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് നാൾ ജീവിക്കണമെന്നുണ്ട്, ഈ ഡിവോഴ്സ് പേപ്പർ നമുക്ക് ഇൻവാലിഡ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നീട്ടുമ്പോൾ പിന്നാണ് മനസ്സിലാകുന്നത് പുള്ളിക്കാരിയാണെങ്കിൽ പ്രാക്ടീസിലാണ് നമ്മുടെ ഹീറോയുടെ എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ളത്. എന്നിട്ട് പിന്നെ പല രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേനും അവിടേക്ക് നമ്മുടെ സുനന വരുന്നുണ്ട്. നന്ന വരുമ്പോൾ നമ്മുടെ ഈ ഹീറോയിനെ കളിയാക്കിക്കൊണ്ടാണ് നന്ന വരുന്നത്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുള്ള പേപ്പർ ഇങ്ങനെ നീട്ടിയാണ് നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നത്. പെട്ടെന്ന് അവൾ ആ പേപ്പർ തട്ടിപ്പറിക്കുന്നു. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ചോദിക്കുകയാണ്, നീ എന്താ എൻ്റെ കൂട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്? നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, നിനക്ക് എന്നോട് അസൂയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ പേപ്പർ നോക്കിയിട്ട് പറയും, ഞാനെന്തിനാണ് നിന്നോട് അസൂയപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ആ പേപ്പർ വായിക്കുകയാണ് ചെയ്യുന്നത്. വായിക്കുമ്പോൾ ഇവരുടെ ആ ഡിവോഴ്സ് എഗ്രിമെൻ്റാണ് കയ്യിലിരിക്കുന്നത്. അത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പറയുന്നുണ്ട്, നീ അതെൻ്റെ തിരിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ അവളെ പറ്റിച്ചിട്ട് തരില്ല എന്ന് പറയുന്നുണ്ട്. കൊലയാളികൾ വരികയാണ്. അന്നേരം ഇവർക്ക് കൺഫ്യൂഷൻ ആകും, ഇതിനകത്ത് ആരാണ് ഈ പ്രിൻസസ് എന്നുള്ളത്. അവരന്നേരം ചോദിക്കും, അതേ തലവാ, ഇതിനകത്ത് ആരെയാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് പറയും, നമുക്ക് 2 പേരെയും കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും നമ്മുടെ നന്നാനാണെങ്കിൽ നമ്മുടെ പ്രിൻസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവളോട് പറയുകയാണ് നമ്മുടെ ഹീറോയിൻ, നീ പൊക്കോളൂ, ഇവരെ എനിക്ക് വേണ്ടിയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിനോട് നന്ന വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. അതിനകത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ വളരെ അതായത് നമ്മൾ വിചാരിക്കും അവളെ
കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡയലോഗ് നന്നാൻ പറയുന്നുണ്ട്, പ്രണയത്തിനിടയിലാണ് നീ, പക്ഷേ എന്നാലും ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കടമയാണ് എന്ന് പറയുന്നു. അതിന് നമ്മുടെ ഹീറോയിനോട് നമ്മുടെ നന്നാൻ പറയുകയാണ്, നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഹീറോയിൻ ഇങ്ങനെ ഞെട്ടിയിട്ട് സഹായിക്കണേ എന്നും പറഞ്ഞ് കരഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ നന്നാനാണെങ്കിൽ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവളെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറലാണെന്നുണ്ടെങ്കിൽ അവളെ കാണാനും വേണ്ടി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അന്നത്തായി പറയും, ജനറലിനോട് എന്തോ സ്വകാര്യം പറയാനുണ്ട്, നിങ്ങൾക്ക് എന്തോ സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. അവനിങ്ങനെ തിരിയുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇവളെ ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയതല്ലേ, കൊലയാളികൾ വരുമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അന്നേരം അവരോട് പറയുകയാണ്, ബെയ് വന്നിട്ട് ചോദിക്കും എന്താ കാര്യം, പ്രിൻസസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, പോയി തിരയൂ, പ്രിൻസസിനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഇവരെല്ലാം കൂടി ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. നമ്മുടെ നന്നാനാണെങ്കിൽ ഈ കൊലയാളികളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് നമ്മുടെ ജനറൽ വരികയാണ്. ജനറലാണെങ്കിൽ നമ്മുടെ പ്രിൻസസ് ആണെന്ന് കരുതി നന്നാനെ പിടിച്ച് രക്ഷിച്ചുകൊണ്ട് വന്ന് കുറച്ച് മൂവ് ആകുമ്പം അവളാണെന്നുണ്ടെങ്കിൽ പറയും, നന്നാൻ പറയും ഞാൻ ചിയു അല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അന്നേരം തിരിഞ്ഞ് നോക്കും, അന്നേരം ചിയു എന്തേന്ന് ചോദിക്കുമ്പോൾ ചിയു അങ്ങോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ബേയോട് ഇവളെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടി ഒരു പാറക്കല്ലിൻ്റെ പുറകിൽ വന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് ബേയും ഒക്കെ ആയിട്ട് ഈ കൊലയാളികൾ ഫൈറ്റ് ചെയ്യുകയാണ്. അവിടേക്ക് നമ്മുടെ ജനറലും വരുന്നുണ്ട്. ഇവർ പക്ഷേ നമ്മുടെ ഹീറോയിനെ കാണുന്നതേ ഇല്ല. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പാറയുടെ പുറകിൽ നിന്ന് അപ്പുറത്ത് നമ്മുടെ ഹീറോയെ കാണുന്നുണ്ട്. അവനാണെങ്കിൽ അവളുടെ പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് അടുത്തേക്ക് വരാനേ പറ്റുന്നില്ല. അതാണെങ്കിൽ ഹീറോയിന് മനസ്സിലാവും ഈ ഡ്രസ്സ് കൊണ്ടാണ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവളിങ്ങനെ നീങ്ങുമ്പോൾ അവിടെ ഒരു കൊലയാളി ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ, ഈ ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യും. അതിനുശേഷം അവൾ ആ കൊലയാളിയുടെ ഡ്രസ്സ് വിട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും മറ്റേ അവർ ഫൈറ്റ് ചെയ്യുന്നവരുടെ ഇടയിൽ നിന്നും ഒരു സിഗ്നൽ കിട്ടും, അതായത് എസ്കേപ്പ് ആകാനുള്ള ഒരു സിഗ്നൽ കിട്ടും. ഇവരെല്ലാവരും കൂടി ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മുടെ ഹീറോയിൻ ആണെന്ന് ഇവർക്ക് അറിയത്തില്ല. കൊലയാളികളാണെങ്കിൽ ഇവളോട് ചോദിക്കും, നീ വരുന്നില്ലേ, എന്ത് പറ്റി, വാ രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ ഇവളൊന്നും മിണ്ടുന്നില്ല. അന്നേരം ഇങ്ങനെ കാല് കാണിക്കും. അന്നേരം ഇയാൾ ചോദിക്കും, എന്ത് പറ്റി, നിനക്ക് പരിക്ക് പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ തലയാട്ടുകയാണ് ചെയ്യുന്നത്. ആളുകൾ പറയും, ശരി ഇയാളെ എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് കരുതി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ 2-3 പേരെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ബേയ് ചോദിക്കുന്നു, നിങ്ങളുടെ ക്യാമ്പ് എവിടെയാണെന്ന് ചോദിക്കുക, എങ്ങോട്ട് അവളെ കൊണ്ടുപോയേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നു കളയുമെന്ന് പറയുമ്പോഴത്തേനും ഒരാൾ ബ്ലഡ് വോമിറ്റ് ചെയ്യും. അതായത് സയനൈഡ് പോലെ എന്തോ മരുന്ന് ഇവർ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ 3 പേരും അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീറോയും പറയുകയാണ്, ഇതിനപ്പുറത്ത് മൗണ്ടൈനാണ്, നമുക്ക് അവിടെയൊക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ബേക്ക് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷിൻചാൻ ആണെങ്കിൽ ഈ വിവരം അറിഞ്ഞ് ഷിൻചാനും പടയാളികളുമായിട്ട് പുറപ്പെടുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നെ ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ഇവർ പോവുകയാണ് ചെയ്യുന്നത്. ഇവർ പക്ഷേ അറിയുന്നില്ല ഹീറോയിനാണ് ഇവരുടെ കൂടെ ഉള്ളത് എന്ന്. അന്നേരം ഇവർക്കൊരു സന്ദേശം കിട്ടും, അതായത് 12 പേർക്ക് പരിക്ക് പറ്റി 8 പേര് മരിച്ചു എന്നുള്ള രീതിയിൽ ഇവർക്കൊരു സന്ദേശം കിട്ടും. ഇവർ കൗണ്ട് ചെയ്യുകയാണ്. ഇവരോട് പറയും കൗണ്ട് ചെയ്യാൻ വന്ന് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ പേടിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. അന്നേരം നമ്മുടെ ഹീറോയിനോട് എല്ലാവരും കൗണ്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ നമ്പറാണ്, അതായത് അവരുടെ എണ്ണത്തിൽ കൂടുതൽ ഒരാളെയാണ് കിട്ടുന്നത്. അന്നേരം അത് ആരാണ് അധികം ഉള്ളതെന്ന് ഇവർക്ക് മനസ്സിലാകത്തില്ല. പലതരത്തിൽ എണ്ണുമ്പോൾ അതെല്ലാം നമ്മുടെ ഹീറോയിൻ അതെല്ലാം മറികടന്ന് പോകും. പക്ഷേ ലാസ്റ്റത്തെ ഇതിൽ എന്താണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അതിൽ മാത്രം നമ്മുടെ ഹീറോയിൻ അതിന് ഉത്തരം കിട്ടത്തില്ല. അന്നേരം അങ്ങനെ അവർ ഐഡൻറ്റിഫൈ ചെയ്യും, അവർ പിടിച്ചുകൊണ്ട് പോകാൻ വന്ന വ്യക്തി തന്നെയാണ് അവരുടെ കൂടെ ഉള്ളത് എന്ന് അവർക്ക് മനസ്സിലാവും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സീനാണ് അത്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് പുറപ്പെടുകയാണ്. അവിടേക്ക് ഒരു പടയാളി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും അവളെ ഈ ഡ്രസ്സ് മാറിയിട്ടാണ് ഇവിടുന്ന് പോയത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അവിടേക്കാണ് നമ്മുടെ ഷിൻചാൻ വരുന്നത്. ഷിൻചാൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഏൽപ്പിച്ചത് എൻ്റെ സഹോദരിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്.
അന്നേരം നമ്മുടെ ഹീറോ പറയും എനിക്ക് പോകണം, നമുക്കിപ്പോൾ വഴക്കിടാനുള്ള സമയമല്ല, അവളെ കണ്ടെത്തണമെന്ന് പറയുമ്പോൾ ശരി നമുക്ക് തമ്മിലൊരു ബെറ്റ് വെക്കാം, ഞാനാണ് അവളെ കണ്ടെത്തുന്നതെങ്കിൽ അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല, അവൾ എൻ്റെ കൂടെ അവിടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇതിന് നമ്മുടെ ഹീറോ സമ്മതിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഷിൻചാൻ പറയുകയാണ് ഇതിന് നീ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിൻചാൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നൊരു സീനാണ്. പിന്നീട് കാണിക്കുന്നത് ആ കൊലയാളികൾ നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ഇങ്ങനെ വനത്തിലൂടെ പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹീറോയിൻ മനസ്സിലിങ്ങനെ പറയാണ് ഇത് നേരം വെളുത്തല്ലോ, ഇനി എത്ര നേരം എടുക്കും നീ എന്നെ തേടി വരാനെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ ഇനി പറയുന്ന പോലെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഇവരാണെങ്കിൽ മുന്നോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ മറിഞ്ഞു വീഴുന്നു. അത് പറയുന്നുണ്ട് എനിക്ക് പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് വയറ്റുവേദനയാണ്, എണീക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇവളുടെ കയ്യിൽ നിന്നും ഇതേ സമയമാണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് ഒരു പെൻഡൻ്റ് അവൾ താഴേക്ക് ഇടുന്നുണ്ട്. അത് അവിടെ ഇട്ടിട്ട് അവൾ പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ വനത്തിലൂടെ ഇവളെ തിരഞ്ഞു നടക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഷിൻചാൻ ആണെന്നുണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോയ വഴിയിൽ വരുമ്പോൾ നമ്മുടെ ആ ഹീറോയിൻ്റെ കയ്യിൽ നിന്നും അവളിട്ട ആ ക്ലിപ്പ് നമ്മുടെ ഷിൻചാന് കിട്ടുന്നു. അവൻ അത് ഐഡൻറ്റിഫൈ ചെയ്യും, തൻ്റെ സഹോദരിയുടേതാണെന്ന് അവൻ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ഈ കൊലയാളികൾ പോവുകയാണ്. അവിടേക്ക് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഓടി വന്നിട്ട് പറയും അതെ അവർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിന് വളരെ സന്തോഷമാകുന്നു. അന്നേരം അവർ പറയുകയാണ് ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോകൂ, നമുക്കിവിടെ ഒളിച്ചിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതുമല്ല നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബഹളം വെക്കും. അതായത് ഞാനിവിടെ ഉണ്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബഹളം വെക്കും, സൗണ്ട് വെക്കും. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഓടി വരികയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവരുമായിട്ടുള്ളൊരു ഫൈറ്റാണ് കാണിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു സീനാണ്. അതായത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ എണീറ്റിട്ട് നോക്കുന്ന ഒരു സീനാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് കയറ് കൈകളിൽ കെട്ടിയിട്ട് ഒരു മരത്തിലൂടെ ഇട്ട് താഴോട്ട് ഇട്ടിരിക്കുകയാണ്. താഴേന്ന് വെച്ചാൽ വളരെ കൊക്ക പോലെയുള്ള ഒരു പ്ലേസ് ആണ്. അതിൻ്റെ ഈ കയറിൻ്റെ അറ്റം അവളെ കൊണ്ടുപോകുന്ന ഒരു പടയാളിയുടെ കയ്യിലാണ് ആ കയറിൻ്റെ അറ്റമുള്ളത്. അവിടേക്ക് നമ്മുടെ ഹീറോ വരികയാണ് ചെയ്യുന്നത്. ഹീറോ വന്നിട്ട് പറയും ആ റോപ്പ് എൻ്റെ കയ്യിൽ തരുമെന്ന് പറയുമ്പോൾ നീ ഒരു ചുവട് മുന്നോട്ട് വെച്ചാലും ഞാനിവളെ വിടുമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഹീറോ പറയും നിൻ്റെ തലവൻ പറഞ്ഞിട്ടുള്ളത് അവളെ ജീവനോടെ കൊണ്ടു കൊടുക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് നീ അവളെ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കൊലയാളി പറയുകയാണ് നീ നിൻ്റെ ചേട്ടനെ പോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. നീ നിൻ്റെ ചേട്ടൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ചേട്ടൻ എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്ക് അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസിൽ നമ്മുടെ ഹീറോയുടെ മനസ്സ് മാറുമോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് അവൻ്റെ വീക്ക് പോയിൻ്റാണ് അവൻ്റെ സഹോദരൻ്റെ മരണം എന്നുള്ളത്. അത് ഈ കൊലയാളികൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സസ്പെൻസിലാണ് ഈ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയുമാണ് എപ്പിസോഡ് 17 സീൻ ബൈ സീൻ എക്സ്പ്ലനേഷൻ. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പ്രസൻറ്റേഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി, ഡ്രാമ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സൈനിങ് ഓഫ് നിഷ രാജീവ്.